Shiva Silks, Kasargod, Kaningad, Mangalore. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതോടുകൂടി ദക്ഷിണേന്ത്യയിൽ വലിയ വിജയമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യമാണ് തീരുമാനമെടുക്കുന്നതിൽ നിർണായകമായത്. 3 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും ഏറെ ഗുണം ചെയ്യും. വ്യക്തമായ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് AK ആന്റണി ഇക്കാര്യം പ്രഖ്യാപിച്ചത് എന്ന് വ്യക്തമാണ്. NCPയും LJDയും ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ എതിർപ്പുന്നയിച്ചിരുന്നുവെങ്കിലും ദക്ഷിണേന്ത്യയിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മികച്ച വിജയമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് പരമാവധി 100 സീറ്റുകളിൽ കോൺഗ്രസ് സഖ്യത്തിന് വിജയിക്കാൻ സാധിച്ചാൽ കേന്ദ്രത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ എളുപ്പമാകും. 133 സീറ്റുകളാണ് ദക്ഷിണേന്ത്യയിൽ ആകെയുള്ളത്. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത്. 39 സീറ്റുകളാണ് തമിഴ്നാടിന് സ്വന്തമായി ഉള്ളത്. കർണാടക 28, ആന്ധ്രാപ്രദേശ് 25, കേരളം 20, തെലങ്കാന 17, ഗോവ 2, പോണ്ടിച്ചേരിയിലും ലക്ഷദ്വീപിലും ഓരോന്ന് വീതമാണ് ദക്ഷിണേന്ത്യയിലെ സീറ്റ് നില. കേരളത്തിൽ 16 സീറ്റിനടുത്താണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ കൂടി വരുന്നതോടെ ഇതിൽ കൂടുതൽ ലഭിച്ചേക്കാമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. കർണാടകത്തിലും കാര്യങ്ങൾ അനുകൂലമാണ്. JDSുമായി സഖ്യം രൂപീകരിച്ചാണ് കർണാടകത്തിൽ ഇത്തവണ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ചില സിറ്റിംഗ് സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടി വന്നെങ്കിൽ JDS സഖ്യം തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ കരസ്ഥമാക്കാൻ കോൺഗ്രസിന് സഹായകമാകും. ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന തമിഴ്നാട്ടിൽ DMKയുമായി സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. DMK സഖ്യം ഭൂരിപക്ഷം സീറ്റുകളിലും തൂത്തുവാരിയേക്കുമെന്നാണ് സർവേകൾ അഭിപ്രായപ്പെടുന്നത്. തെലങ്കാനയിലും ആന്ധ്രയിലും സഖ്യം രൂപീകരിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ലെങ്കിലും ഇവിടങ്ങളിൽ BJP ശക്തമല്ലാത്തത് ആശ്വാസമാണ്. പ്രാദേശിക ശക്തികൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് 10ൽ കുറയാത്ത സീറ്റുകളാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.